അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു പുതിയ ഒരു വീഡിയോ. ഓക്കെ, 109ാമത്തെ ചോദ്യമായിട്ട് നമുക്കിവിടെ തന്നിരിക്കുന്നത്, വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ഒക്വർ ഇൻ ബോഡി ഓഫ് എ വുമൺ ഡ്യൂറിങ് പ്രഗ്നൻസി? അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒരു സ്ത്രീയുടെ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് അവൾ ഗർഭിണിയാകുമ്പോൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. വാട്ട് ആർ ദ ചേഞ്ചസ്, എന്തെല്ലാം മാറ്റങ്ങളാണ് ഒക്വർ സംഭവിക്കുന്നത് ഇൻ ദ ബോഡി ഓഫ് എ വുമൺ, ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഡ്യൂറിങ് പ്രഗ്നൻസി, ഗർഭകാല സമയത്ത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് എഴുതാം. ജനറലായിട്ട് തന്നെ നമുക്ക് എഴുതാം. ഒന്ന്, ഗെയിൻസ് ബോഡി വെയ്റ്റ്, അതായത് ശരീരത്തിന് ഭാരം കൂടുന്നു. അത് രണ്ടാമതായിട്ട് തിക്നെസ് ഓഫ് ദ ഇന്നർ ലൈനിങ് ഓഫ് ദ യൂട്രസ് ഇൻക്രീസ്, അതായത് ഈ യൂട്രസ്, അതായത് ഗർഭപാത്രത്തിൻ്റെ ഉൾഭിത്തിയുടെ ആ ഒരു കട്ടി, തിക്നെസ് എന്ന് വെച്ചാൽ കട്ടി, അതെന്ത് ചെയ്യുന്നു, ഇൻക്രീസ്, കൂടുന്നു. ഓക്കെ, മെൻസ്ട്രേഷൻ സ്റ്റോപ്സ് ടെമ്പററി, അതായത് ആർത്തവം എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ മെൻസ്ട്രൽ ബ്ലീഡിങ് എന്ത് ചെയ്യുന്നു, സ്റ്റോപ്സ് എന്ന് വെച്ചാൽ നിൽക്കുന്നു, ടെമ്പററി, കുറച്ച് കാലത്തേക്ക്. ബ്രസ്റ്റ് മേ ബിക്കം ലാർജർ, അതുപോലെ തന്നെ അവളുടെ സ്തനങ്ങൾ വലുതായിത്തീരുന്നു. മോർ ടെൻഡർ, അതുപോലെ തന്നെ അത് കൂടുതൽ മൃദുലമായിത്തീരുന്നു. ആൻഡ് നിപ്പിൾസ് മേ സ്റ്റിക്ക് ഔട്ട്, അതുപോലെ തന്നെ മുലക്കണ്ണുകൾ പുറത്തേക്ക് തള്ളി വരുന്നു. ഓക്കെ, അത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്തതായിട്ട് പ്രഗ്നൻറ്റ് വൺ മേ നീഡ് ടു യൂറിനേറ്റ് മോർ ഓഫൺ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ പെട്ടെന്ന് മൂത്രമൊഴിക്കാൻ പോകുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കും. Pregnant women may experience ache and pain in their back, abdomen region and thighs. അതായത് എന്താണ് ചെയ്യുന്നത്, പ്രഗ്നൻറ്റ് വുമൻസിന് എന്ത് പറ്റും, പുറം വേദനയും കാലുവേദനയും അതുപോലെ തന്നെ ഈ അരഭാഗത്തുള്ള വേദനകളും ഒക്കെ, അങ്ങനെ ഉള്ള വേദനകൾ ഒത്തിരി ഉണ്ടാകാനായിട്ട് സാധ്യത ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതെല്ലാം ഗർഭിണികളുടെ ഒരു പ്രത്യേകതയാണ്. അടുത്തതായിട്ട് ജി. ഓക്കെ, പ്രഗ്നൻറ്റ് വൺ മേ എക്സ്പീരിയൻസ് സ്വെല്ലിംഗ് ഇൻ ദെയർ ആങ്കിൾസ്, ഫീറ്റ് ആൻഡ് ഹാൻഡ്സ്, അതായത് അവരുടെ കാലുകൾക്കും അല്ലെങ്കിൽ കാലിൻ്റെ ഈ കണ്ണ എന്നൊക്കെ പറയുന്ന സ്ഥലത്തും അതുപോലെ തന്നെ അവരുടെ കാൽപാദത്തിനും കൈകൾക്കും ഒക്കെ എന്താണ് സംഭവിക്കുന്നത്, വേദന ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് പ്രഗ്നൻറ്റ് വുമൺ മേ എക്സ്പീരിയൻസ് ഫുഡ് ക്രൈവിങ് ഓർ അവേർഷൻസ്. പിന്നെ ഒരു കാര്യമുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ വാക്കുകളെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകൾക്ക് ചില ഭക്ഷണങ്ങൾ കഴിക്കുവാനായിട്ടുള്ള അത്യധികമായിട്ടുള്ള ആഗ്രഹം തോന്നും. അതേ സമയത്ത് തന്നെ ചില ഭക്ഷണങ്ങൾ വേണ്ട ഉപേക്ഷിക്കുവാനുള്ള ഒരു സ്വഭാവവും ഉണ്ടാകാറുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഭക്ഷണം കഴിക്കാനുള്ള ആർത്തി ഉണ്ടാകാം, അല്ലെങ്കിൽ ചില ഭക്ഷണങ്ങളോട് ഭയങ്കരമായ ആർത്തി ഉണ്ടാവാം, ചില ഭക്ഷണങ്ങൾ വേണ്ട എന്നുള്ള ഒരു ചിന്തയും തുടങ്ങിയേക്കാം. എലോങ് വിത്ത് ദിസ് മൂഡ് സ്വിങ്ങിങ്, അതുപോലെ തന്നെ അവർക്ക് പറ്റുന്ന മറ്റൊരു കാര്യമാണ് അവരുടെ ഈ മൂഡ് സ്വിങ്ങിങ് എന്ന് പറയും. അതായത് അവർക്ക് എന്താണ്, വൈകാരികമായിട്ടുള്ള ഒരുതരം അസന്തുലിതാവസ്ഥ, അവരുടെ ഇന്ന മൂഡിലാണെന്ന് പറയാൻ പറ്റുകയില്ല. ഓക്കെ, എമോഷണലി ഇൻസ്റ്റബിലിറ്റിയാണ്. അതായത് അവർക്ക് അവരുടെ സ്വഭാവവും അവരുടെ എമോഷനുകളും എല്ലാം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ആങ്സൈറ്റി. ഓക്കെ, ആങ്സൈറ്റി എന്ന് വെച്ചാൽ ഉത്കണ്ഠയെ ഓൾസോ ഒക്വർ ഡ്യൂറിങ് ദിസ് ടൈം, ഈ സമയങ്ങളിൽ ഉത്കണ്ഠയും സംഭവിക്കാൻ സാധ്യതയുണ്ട്. മോസ്റ്റ് ഓഫ് ദിസ് ചേഞ്ചസ് ആർ റിവൈസബിൾ ആഫ്റ്റർ പെർച്യുറേഷൻ, അതായത് ഈ ചേഞ്ചുകൾ അല്ലെങ്കിൽ ഈ മാറ്റങ്ങളെല്ലാം മാറി വരുന്നതായിരിക്കും. എപ്പോൾ, ഒരു പ്രാവശ്യം പ്രസവം കഴിഞ്ഞാൽ ഇത് മാറി വരുന്നതായിരിക്കും. ഓക്കെ, ഇനി 110ാമത്തെ ചോദ്യം. ഓക്കെ, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദ അമ്മ മനസ്സു? അതായത് ഇവിടെ നമ്മൾ അമ്മ മനസ്സു എന്ന് പറഞ്ഞിട്ടൊരു ഭാഗത്തിനെ കുറിച്ച് നമ്മളുടെ പുസ്തകത്തിൽ തന്നിട്ടുണ്ട്. അമ്മ മനസ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്, ഇതെല്ലാം നിങ്ങളോട് പറയുന്നത് എന്തിനാണ്? ഇപ്പോൾ ഈ പ്രഗ്നൻറ്റ് വുമൻ്റെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നാളെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഗർഭിണിയാകുമ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഭാര്യമാർ ഗർഭിണിയാകുമ്പോൾ ആൺകുട്ടികൾ ഓർക്കുക, അവരോട് മയത്തിലും നല്ല രീതിയിലും പെരുമാറുന്നതിനും വേണ്ടിയാണ്. ഓക്കെ, ഇനി അമ്മ മനസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കാം. ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോഗ്രാമാണിത്. ഓക്കെ, അമ്മ മനസ്സ് എന്താണ് ചെയ്യുന്നത്? ഈസ് എ കൗൺസിലിംഗ് സർവീസ് ടു റിസോൾവ് മെൻ്റൽ കോൺഫ്ലിക്ട്സ് അസോസിയേറ്റഡ് വിത്ത് പ്രഗ്നൻറ്റി ആൻഡ് ചൈൽഡ് ബർത്ത്. അതായത് ഈ അമ്മ മനസ്സ് എന്ന് പറയുന്നത് ഒരു കൗൺസിലിംഗ് നടക്കുന്ന, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഒരു ദിശാബോധം ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സ്ത്രീകൾക്ക് നൽകുന്ന ഒരു സംഘടന പോലെ ഇതാണ്. അവിടെ എന്താണ് പ്രഗ്നൻസി ആൻഡ് ചൈൽഡ് ബർത്ത്, ഇത് എപ്പോഴും പ്രഗ്നൻസിക്കും ചൈൽഡ് ബർത്തിൻ്റെയും സമയത്ത് കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ഒരു ദിശാബോധം നൽകുന്ന ഒന്നാണ് ഇത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് ആൻറ്റിനാറ്റൽ എന്നുള്ള ആ ഒരു പാഠം. അപ്പോൾ ആൻറ്റിനാറ്റൽ കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗർഭകാല പരിചരണം എന്നാണ് അർത്ഥം. ഓക്കെ, പേജ് നമ്പർ 123, അതായത് 123ലേക്ക് വരിക. ഓക്കെ,
ഇനി 111 ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം 111. ഓക്കെ, വാട്ട് ഈസ് ആൻറ്റിനാറ്റൽ കെയർ? എന്താണ് ആൻറ്റിനാറ്റൽ കെയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡ്യൂറിങ് പ്രഗ്നൻസി, അതായത് ഗർഭകാല സമയത്ത്, വുമൺ മേ എക്സ്പീരിയൻസ് നൗസിയ, വൊമിറ്റിംഗ്, ഫെറ്റീഗ്, ജസ്റ്റേഷണൽ ഡയബറ്റിസ്, ഹൈ ബ്ലഡ് പ്രഷർ ആൻഡ് ഡിപ്രഷൻ. അപ്പം എന്തെല്ലാം കാര്യങ്ങളാണ് പ്രഗ്നൻസിയിൽ ഒരു സ്ത്രീക്ക് ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ളത്? ഓക്കെ, സ്ത്രീകൾക്ക് മനം പുരട്ടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, നൗസിയ, വൊമിറ്റിംഗ് അല്ലെങ്കിൽ ഛർദി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫെറ്റീഗ് അല്ലെങ്കിൽ ക്ഷീണം ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട്. പിന്നീട് ഉണ്ടാകുന്നത് ജസ്റ്റേഷണൽ ഡയബറ്റിക്സ്, അതായത് ഗർഭകാല പ്രമേഹം ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഹൈ ബ്ലഡ് പ്രഷർ, അതായത് ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡിപ്രഷൻ, മാനസിക സംഘർഷം ഉണ്ടാകുവാൻ ഉള്ള സാധ്യതയുണ്ട്. ഓക്കെ, എമോഷണൽ സപ്പോർട്ട് ഫ്രം ഡിയർ വൺസ് ക്യാൻ ഹെൽപ്പ് ടു റെഡ്യൂസ് ഓൾ ഓഫ് ദിസ്, അതായത് എമോഷണൽ ആയിട്ടുള്ള സപ്പോർട്ട്. ഓക്കെ, എന്താണ് ഈ തരത്തിലുള്ള വൈകാരികമായിട്ടുള്ള പിന്തുണ ആരാണ്? പ്രിയപ്പെട്ടവരിൽ നിന്നും ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീക്ക് നൽകുന്നത് ഇത്തരത്തിലുള്ള പ്രയാസങ്ങളെല്ലാം ലഘൂകരിക്കുന്നതിന് സാധിക്കുന്നതാണ്. ഫൈനലി, ഫാമിലി മെമ്പേഴ്സ് ആൻഡ് ഹെൽത്ത് വർക്കേഴ്സ് ഷുഡ് എൻഷുർ ദാറ്റ് പ്രഗ്നന്റ് വുമൺ ടേക്സ് ബാലൻസ്ഡ് ഡയറ്റ് ആൻഡ് get enough rest and attends regular antenatal checkup. അതായത് കുടുംബത്തിലുള്ളവരും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരും ഒരു കാര്യം ഉറപ്പാക്കേണ്ടതുണ്ട്. എന്താണ്? ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീക്ക് ശരിയായ രീതിയിലുള്ള സമീകൃത ആഹാരങ്ങളും ആവശ്യത്തിനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കിട്ടുന്നുണ്ടെന്നും ശരിയായ വിശ്രമം കിട്ടുന്നുണ്ടെന്നും അറ്റൻഡ് റെഗുലർ ആൻറ്റിനറ്റൽ ചെക്കപ്പ്, അതായത് ഗർഭകാല പരിചരണത്തിന് കൃത്യമായിട്ട് വരുന്നുണ്ടെന്നുമുള്ള കാര്യം ഉറപ്പാക്കണം. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ആൻറ്റിനറ്റൽ കെയർ. അപ്പം ഇങ്ങനെ ഒരു ഗർഭിണിയായ സ്ത്രീയെ പരിചരിക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ആൻറ്റിനാറ്റൽ കെയർ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് 124 പേജാണ്, പേജ് നമ്പർ 124. What are the various factors that influence the physical and mental health of a pregnant woman? അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്തെല്ലാമാണ് ഒരു ഗർഭിണിയുടെ ശാരീരിക മാനസിക ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ശാരീരികം എന്നും മാനസികം എന്നും ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് മെൻ്റൽ ഹെൽത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കിത് രണ്ടും തരംതിരിച്ച് പഠിക്കാവുന്നതാണ്. ഒന്ന്, ഫിസിക്കൽ ഹെൽത്ത്. കണ്ടീഷൻസ് ലൈക്ക് ഒബ്സ്റ്റിറ്റി ആൻഡ് ബാഡ് ഹാബിറ്റ്സ് ലൈക്ക് സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ ക്യാൻ ഇമ്പാക്ട് ദ പ്രഗ്നൻറ്റ് വുമൺസ് ഫിസിക്കൽ ഹെൽത്ത്. എന്തെല്ലാമാണ് ഒരു ഗർഭിണിയായ സ്ത്രീയുടെ ആരോഗ്യത്തെ ബാധിക്കുവാനായിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യത്തെ നല്ല രീതിയിൽ അല്ലാതെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഏതെല്ലാം ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് പറയാവുന്ന ചില കാര്യങ്ങളാണ് കണ്ടീഷൻസ് ലൈക്ക് ഒബ്സ്റ്റിറ്റി, അതുപോലെ തന്നെ ബാഡ് ഹാബിറ്റ്സ്, അതായത് ഈ ചീത്ത ഹാബിറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്വഭാവം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്വഭാവം എന്ന് പറഞ്ഞാൽ ചീത്ത സ്വഭാവങ്ങൾ എന്തെല്ലാമാണ് ചീത്ത സ്വഭാവങ്ങളായിട്ടുള്ളത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഈ ഒത്തിരി ഓവറായിട്ട് വണ്ണം വെക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ, ഒബ്സ്റ്റിറ്റി ഉണ്ടെങ്കിൽ അതിന് പ്രശ്നമുണ്ടായിരിക്കും. ബാഡ് ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത സ്വഭാവങ്ങൾ, അതായത് സ്മോക്കിംഗ്, അതായത് പുകവലിക്കുന്നത്, ആൽക്കഹോൾ എന്ന് വെച്ചാൽ ഈ മദ്യം കുടിക്കുന്നത്, പിന്നെ ഡ്രഗ്സ്, അതായത് മയക്കുമരുന്ന് പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത് ക്യാൻ ഇമ്പാക്ട് ദ പ്രഗ്നൻറ്റ് വുമൺസ് ഹെൽത്ത്, അതായത് ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീയുടെ ആരോഗ്യത്തെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. എക്സസീവ് വർക്ക്, ആബ്സെൻസ് ഓഫ് പ്രോപ്പർ ഡയറ്റ്, അതായത് ഒത്തിരി ജോലി ചെയ്യുന്നതും, ആബ്സെൻസ് ഓഫ് പ്രോപ്പർ ഡയറ്റ്, അതായത് ശരിയായ രീതിയിലുള്ള ഭക്ഷണമില്ലായ്മയും, പ്രോപ്പർ റെസ്റ്റ്, ശരിയായിട്ടുള്ള റെസ്റ്റ് ഇല്ലായ്മയും, ആൻഡ് സ്ലീപ്പ്, ഉറക്കമില്ലായ്മയും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയുടെ ആരോഗ്യത്തെ, ശാരീരിക ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മെൻ്റൽ ഹെൽത്ത് ഏതൊക്കെയാണെന്ന് നോക്കാം. മെൻ്റൽ ഹെൽത്ത്, സ്ട്രെസ്ഫുൾ ഈവൻസ്, അതായത് ഈ പ്രയാസവും ടെൻഷനും നൽകുന്ന പ്രശ്നങ്ങൾ, പോവർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം അല്ലെങ്കിൽ വയലൻസ്, ഈ തമ്മിത്തല്ല, അടി, ഇടി, ഈ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകൾ ഗർഭിണിയായിരിക്കുമ്പോൾ വീട്ടിൽ തമ്മിത്തൽ ഉണ്ടാക്കുക, അമ്മമാർ കുത്തുവാക്ക് പറയുക, ഇങ്ങനെയുള്ള പ്രഗ്നൻസി പീരീഡ്, ഇതെല്ലാം ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീയുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്നതാണ്. അബ്യൂസ് ഓഫ് ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ ക്യാൻ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് മെൻ്റൽ ഹെൽത്ത്. അതുപോലെ തന്നെ ഈ മദ്യം കുടിക്കുന്നതും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതും പുകവലിക്കുന്നതും മാനസികാരോഗ്യത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഇഷ്യൂസ് ഡ്യൂറിങ് പ്രഗ്നൻസി, ഇത്തരത്തിലെല്ലാം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്.
സ്ട്രെസ് ക്യാൻ ഇൻക്രീസ് കൊളസ്ട്രോൾ. അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കൊളസ്ട്രോൾ കൂട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഹോർമോൺ ലെവൽസിനെ കൂട്ടാൻ സാധ്യതയുണ്ട്, വിച്ച് ക്യാൻ നെഗറ്റീവ്ലി ഇമ്പാക്ട് ദ പ്രഗ്നൻസി ഔട്ട്കം. അതൊക്കെ ഒരു സ്ത്രീയുടെ പ്രഗ്നൻസി, അതായത് ഗർഭധാരണത്തിൽ ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി 113ാമത്തെ ചോദ്യം, വാട്ട് ഓൾ തിങ്സ് ഹാവ് ടു ബി ടേക്കൻ കെയർ ടു എൻഷുവർ ദ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഡ്യൂറിങ് പ്രഗ്നൻസി. എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു സ്ത്രീ ഗർഭകാലത്ത് നമ്മൾ ഉറപ്പാക്കേണ്ടത് അവൾക്ക് ശരിയായ പരിചരണം ലഭിക്കുന്നു എന്നതിനുള്ളത്? അതിന് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് എന്താണ്? നല്ല ഭക്ഷണം കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക. സ്റ്റേ ആക്റ്റീവ്, അതായത് ഗർഭിണിയായ സ്ത്രീക്ക് അവളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതികളിലെല്ലാം വളരെ ആക്റ്റീവായിട്ട് ചുറുചുറുക്കോടെ തന്നെ നിൽക്കുക. ഗെറ്റ് ഇനഫ് റെസ്റ്റ്, ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക, വിശ്രമം എടുക്കുക. ടോക്ക് അബൌട്ട് യുവർ ഫീലിംഗ്സ്, അതായത് പ്രിയപ്പെട്ടവരോട് നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറയുക. അവോയ്ഡ് അൺഹെൽത്തി സബ്സ്റ്റൻസസ്, അതായത് അൺഹെൽത്തി സബ്സ്റ്റൻസസ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് മദ്യവും മയക്കുമരുന്നും പുകവലിയും ലഹരി പദാർത്ഥങ്ങളെയുമാണ്. ഓക്കെ, അവോയ്ഡ് അൺനെസസറി അൺഹെൽത്തി സബ്സ്റ്റൻസസ് ആൻഡ് സെറ്റ് റിയലിസ്റ്റിക് ഗോൾസ്, അതായത് ഗർഭിണിയായിരിക്കുമ്പോൾ ചെയ്തു തീർക്കാൻ പറ്റിയ ചില ഗോളുകളെ, ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുക. സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ്, എപ്പോഴൊക്കെ ഒരു പ്രൊഫഷണലായിട്ടുള്ള ആളുടെ സഹായം വേണമോ അപ്പോഴെല്ലാം ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നതും ഗർഭിണിയായ സ്ത്രീക്ക് വളരെ ഉത്തമമായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്.